പിന്നെ അവനെന്താ ജോലി? പാട്ടുകാരന്. ഓ, അപ്പൊ പാട്ടിലാണ് നീ വീണത്. പാട്ടാണ് താരം. മോൾക്ക് യോജിച്ച പയ്യനാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പില്ല. രണ്ട് മനസ്സുകൾക്ക് തമ്മിൽ സ്നേഹം തോന്നുന്നത് ഒട്ടും തെറ്റല്ല. എല്ലാം ആലോചിച്ചും കണ്ടും ചെയ്യാൻ ഇവിടെ അച്ഛനും ഏട്ടന്മാരും ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. അവന് അമ്മയും ചേച്ചിയും ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ധനുഷേ, നീ അവനെ ഒന്ന് വിളിക്കണം ഇന്ന് തന്നെ. എന്നിട്ട് അമ്മയും ചേച്ചിയും കൂട്ടി ഒന്ന് ഇവിടം വരെ വരാൻ പറയണം. പെണ്ണ് കാണാനാണോ? അയ്യടാ, അവളുടെ ഒരു ധൃതി കണ്ടില്ലേ? അയ്യടാ, ഇത് പെണ്ണ് കാണലല്ല, ചെറുക്കൻ കാണല. അതെ. ആദ്യം ഞങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് ബോധ്യപ്പെടുത്തേ, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ. ആദ്യത്തെ കൂടിക്കാഴ്ച ഇവിടെ വെച്ച് വേണ്ട, അവരോട് നമ്മുടെ റിസോർട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ശരി അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ആ, വൃന്ദാവനത്തിൽ നിന്നാണല്ലോ. ഹലോ, ആ അനൂപായിരുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? ആണോ? ആ, ഇവിടെയും ചില വിശേഷങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വന്നിട്ട് പറയാം. ഓക്കെ, ശരി. എന്താ അച്ഛാ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരുന്നുവെന്ന്. ഇന്നെന്തായാലും ഒരു നല്ല ദിവസമല്ലേ, നമുക്കൊരു സദ്യ തന്നെ ഉണ്ടാക്കിയാലോ? അതിനെന്താ, ഞങ്ങൾ റെഡി. എന്നാ പിന്നെ പെണ്ണുങ്ങൾ എല്ലാരും കൂടി അടുക്കളയിലേക്ക് ചെന്നാട്ടെ. പെണ്ണുങ്ങൾ മാത്രമൊന്നല്ല, ആണുങ്ങൾക്കും ഒന്ന് സഹായിക്കാം. അല്ല, പ്രേമിക്കുന്നവർക്കും വരാം. വാ, ഇങ്ങനെ പാടി വാ, നടക്ക്. വാ. സത്യം പറഞ്ഞോ, ധനുഷേട്ടൻ പറഞ്ഞപ്പോ ഭൂമി പിളർന്ന് താഴോട്ട് പോകുന്ന പോലെ തോന്നി. ഈ വൃത്തിയായിട്ടുള്ളാണെങ്കിൽ ഒരു സൂചന പോലും തന്നതുമില്ല. എന്നെ പ്രാങ്ക് ചെയ്യാണെന്ന് ഈ പൊട്ടിയായി എനിക്ക് മനസ്സിലായതുമില്ല. അതൊക്കെ നേരത്തെ പറഞ്ഞ അതിന് സുഖം പോയില്ലേ? നീ അല്ലാതെ ആരെങ്കിലും ഇവളെയും വിളിച്ചോണ്ട് അവനെ കാണാൻ പോവോ? എന്നോട് കൊച്ചു ചേച്ചിയോടോ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്തേനെ. അതിനിപ്പോ എന്തു പറ്റി? എല്ലാവരും അവളുടെ പ്രേമം അക്സെപ്റ്റ് ചെയ്തില്ലേ? ആകെപ്പാടെ നീയും ഇവള് മാത്രമല്ലേ അവനെ കണ്ടിട്ടുള്ളൂ. നീയൊക്കെ പറയുന്ന വെച്ച് ആരെങ്കിലും ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ആണുങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ? പിന്നെ നിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണുങ്ങളെ മനസ്സിലാക്കുന്നതിലല്ലേ? ഒന്ന് പോടി അവിടെ. ഞാൻ കണ്ടെടുത്തോളം അവൻ വലിയ കുഴപ്പമില്ലാത്ത പയ്യനാ. ഫാമിലി സാമ്പത്തികമായിട്ട് അത്ര ബെറ്റർ അല്ലാന്ന് തോന്നുന്നു.